2 ദിവസം കഴിഞ്ഞതും മിഠായി കൊടുക്കാനുള്ള ദിവസവും ഫിക്സ് ചെയ്താണ് അമ്മാവൻ ഷാഫിയുടെ വീട്ടിലേക്ക് വരുന്നത്. കാര്യങ്ങൾ അമ്മാവൻ വിശദീകരിക്കുമ്പോൾ അന്ന് തന്നെ നിക്കാഹ് നടത്താൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും ഷാഫി പറഞ്ഞു, എന്നാൽ പിന്നെ മിഠായി കൊടുക്കൽ ഒഴിവാക്കി അന്ന് നിക്കാഹ് മാത്രം നടത്താം. നമുക്കിനി കാണാൻ ആരുമില്ലല്ലോ. കുടുംബത്തിലെയും അയൽവാസിയിലെയും കുറേ പെണ്ണുങ്ങളെ ഫോർമാലിറ്റിക്ക് വേണ്ടിയും വിളിച്ച് കൊണ്ടുപോയി. എന്ത് കാര്യമാണ്? അവർക്ക് ഈ കല്യാണത്തിൽ ഒരു റോളുമില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മിഠായി അവിടെ പോയി കൊടുക്കുന്നു, അവിടെ നിന്നും കിട്ടുന്നത് തിന്ന് തിരികെ വരുന്ന വെറുതെ ആവശ്യമില്ലാത്ത ഒരു നല്ല ചിലവ് നമുക്കും അവർക്കും കുറക്കാം. ആ പറഞ്ഞതിനോട് പെങ്ങന്മാർ രണ്ടാളും എതിരഭിപ്രായം പറഞ്ഞു. റഹിമയാണ് ആദ്യം പറഞ്ഞത്. അതെങ്ങനെ വേണ്ട നോക്കും, ഈ വീട്ടിലെ അവസാനത്തെ കല്യാണമാണ് നിൻ്റേത്. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മിഠായിയൊക്കെ കൊടുത്ത് ഇപ്പോഴത്തെ ഫാഷനിൽ തന്നെ കൊണ്ടുപോകണം. എൻ്റെ ഇക്കാക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. ഷാഫി ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു, നിനക്കൊരു മോനില്ലേ? അവൻ്റെ കല്യാണത്തിന് അളിയനോട് പറഞ്ഞ് ഉള്ള കാശും ചിലവാക്കി നടത്തിക്കോ. ഇതെൻ്റെ വിവാഹമാണ്, ഞാനതിനെതിരാണ്. മിഠായി കൊടുക്കൽ വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും തീരുമാനം. പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് നിക്കാഹ് അന്ന് തന്നെ വേണമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ആ ചടങ്ങിന് നിൽക്കുന്നത്? നിക്കാഹ് കഴിക്കുന്ന ദിവസം അങ്ങനെ ഒരാവശ്യവുമില്ലാത്ത പരിപാടിക്ക് 10 പൈസ ഞാൻ തരില്ല. ഇവിടെ ആരുടേത് ചിലവാക്കാനും ഞാൻ സമ്മതിക്കില്ല. അവനെ വാശി കയറ്റിയാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവുന്നതിനാൽ പിന്നീട് ആരും ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അമ്മാവനോട് ഉപ്പ പറഞ്ഞു, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ ബക്കറിൻ്റെ മോളെ മിഠായി കൊടുക്കലിന് ഞാൻ കണ്ടതാണ്. ഒരു 10-20 കുട്ടികൾ ഒരേ ഡ്രസ്സിൽ കുറേ വില കൂടിയ മിഠായി പൊതികൾ കൊണ്ടുവന്നു. എല്ലാവരും പോയി കഴിഞ്ഞതും അത് എല്ലാവർക്കും അപ്പോൾ തന്നെ കൊടുക്കുകയും കുറേ അവിടെയും ഇവിടെയും ഇട്ട് തട്ടുകയും ചെയ്തു. എന്താണ് ആ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാലം മാറി എന്നൊക്കെ പറയുന്നവർ ഉണ്ടാവും. പക്ഷേ ആരെ കാണിക്കാനാണ് അതൊക്കെ ചെയ്യുന്നത്? കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിനും അത് നടത്തി കൊടുക്കാൻ താല്പര്യമുണ്ടായാൽ ആ കല്യാണം നടക്കണം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചടങ്ങുകൾ? പൈസ പടച്ചോൻ തന്നതാണ്. ഇങ്ങനെയൊക്കെ അനാവശ്യമായി ചിലവാക്കി ആളുകളെ കൊണ്ട് വലിയ സംഭവമാണെന്ന് പറയിപ്പിച്ചാൽ ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മൾ മാത്രം നാളെ റബ്ബിനോട് ബോധിപ്പിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ചുരുക്കി കാണിക്കാൻ പറ്റുമോ? ഈ മഹലിലെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്താൻ തയ്യാറാവണമെങ്കിൽ ആദ്യം ഇതെല്ലാം നമ്മൾ നിർത്തി കാണിക്കണം. ഷാഫി ഉപ്പയെ അനുകൂലിച്ചും കൊണ്ട് പറഞ്ഞു, അതെ ഉപ്പ, ആഡംബരമൊന്നും എൻ്റെ വിവാഹത്തിന് വേണ്ട. നാട്ടിലുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അവരത് കഴിച്ച് സന്തോഷിക്കട്ടെ. അല്ലാതെ ഒരാവശ്യവുമില്ലാത്ത മിഠായി കൊടുക്കൽ, വിവാഹത്തിൻ്റെ അന്ന് നടത്തുന്ന പാട്ടും ഡാൻസും തുടങ്ങിയ പരിപാടികൾ ഒന്നും വേണ്ട എന്ന് വെച്ച് മരിച്ച വീട് പോലെ ആക്കുകയും വേണ്ട. ആവശ്യത്തിന് വേണ്ടതൊക്കെ വേണം. ഒരു പാവപ്പെട്ട വീട്ടുകാരൻ കടം വാങ്ങിയും കഷ്ടപ്പെട്ട് നടത്തുന്ന കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടോ? അവിടെ ഞാൻ കണ്ടിട്ടുള്ള സന്തോഷം, ആ പന്തലിൽ അനുഭവപ്പെടുന്ന റാഹത്ത്, ആ വീട്ടിലെ അന്തരീക്ഷം എല്ലാം കാണുമ്പോൾ റഹ്മത്ത് ഇറങ്ങുന്ന വീട് പോലെയാണ് തോന്നാറ്. അവിടെ കല്യാണം കൂടാൻ വരുന്ന അന്യ ആളുകളെ കാണിച്ചും കൊണ്ട് ഡാൻസ് നടത്തുന്ന സ്ത്രീകളുടെ ഗാനമേളയില്ല. സ്ത്രീകളുടെ മൈലാഞ്ചി കല്യാണം എന്ന പേരിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവാറില്ല. പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ ഉള്ളൊരുങ്ങുന്ന വീട്ടുകാരും ഹൃദയം കൊണ്ട് മെഹന്തി അണിയുന്ന ഒരു മണവാട്ടിയും, ആൺകുട്ടികളുടെ വിവാഹമാണെങ്കിൽ കിനാവ് പെയ്തിറങ്ങുന്ന ഒരു മണിയറയും, അതിനുള്ളിൽ ഒരു വരനും അവൻ്റെ കൂട്ടുകാരും വർത്തമാനങ്ങളും. എന്ത് രസമാണത്! എൻ്റെ കല്യാണം ആഡംബര കല്യാണം ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ എല്ലാം ആവശ്യത്തിന് വേണം. ഭക്ഷണത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. ഏറ്റവും മുന്തിയ ഭക്ഷണം ആളുകൾക്ക് നൽകണം. കഴിച്ചവർ പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന സ്തുതിയിൽ നിന്ന് റബ്ബ് എൻ്റെ ദാമ്പത്യത്തിൽ സന്തോഷം പെയ്തിറക്കണം. ഇടയ്ക്ക് കയറി ആബിദ ചോദിച്ചു, എന്തിനാ
ഭക്ഷണം മുന്തിയത് കൊടുക്കുന്നത്? ഒരു ബിരിയാണി മാത്രം കൊടുത്താൽ പോരെ? ആഡംബരമാവില്ലേ? ഈ നാട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ എനിക്ക് പടച്ചോൻ നല്ലോണം സമ്പത്ത് തന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ നാട്ടിലൊരു നല്ല ഭക്ഷണം കൊടുത്താൽ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാനത് കൊടുത്താൽ അതിനുള്ള പ്രതിഫലം എന്താണെന്ന് എനിക്കറിയാം. ചായം തേച്ച കുറേ പെണ്ണുങ്ങൾ ഈണവും താളവും തെറ്റിച്ച് എന്തൊക്കെയോ പറയുന്നു. ആടിയും കാണിക്കുന്ന ഗാനമേളക്ക് പണം ചെലവഴിക്കുന്നത് പോലെയാണോ അത്? ആബിദയുടെ അടുത്ത മറുപടിക്ക് ഉത്തരം നൽകാൻ കാത്തു നിൽക്കുന്ന ഷാഫിയെ കണ്ടതും അവൾ പിന്നീട് ഒന്നും പറഞ്ഞില്ല. ഉപ്പ ഷാഫിയെ തന്നെ നോക്കുകയായിരുന്നു. എൻ്റെ മോൻ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നത്. മറ്റുള്ള മക്കൾക്കൊക്കെ ഞാൻ എന്താണ് പറയുന്നത് അതാണ് അവരുടെ തീരുമാനം. ഇവന് എന്നേക്കാൾ കൂടുതൽ നല്ല ചിന്താഗതികളുണ്ട്. എന്നാൽ ഞാനിത് അവരെ ഇപ്പോൾ തന്നെ അറിയിക്കാം എന്ന് അമ്മാവൻ പറഞ്ഞപ്പോഴാണ് ഉപ്പ ചിന്തകളിൽ നിന്നും ഉണരുന്നത്. അമ്മാവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഫോൺ വിളിക്കാൻ തുടങ്ങി. തൻ്റെ തീരുമാനത്തിന് കിട്ടുന്ന ആ കുടുംബത്തിൻ്റെ മറുപടിയിൽ അവരുടെ തറവാട് മഹിമയുടെ അളവ് ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ ഷാഫി ജനലിലൂടെ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന അമ്മാവനെ നോക്കിക്കൊണ്ടിരുന്നു.